മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നവർ എന്തുകൊണ്ട് കല്യാണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 10-12 പോയിൻറ്റ്സ് പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അത് നിങ്ങളുടെ ഫ്രണ്ട്സിന്, കല്യാണം കഴിക്കാതിരിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ദൈവത്തിൻ്റെ ഒരു കമാൻഡായിട്ട് തന്നെ അത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം. അത് ഏറ്റവും ആവശ്യമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ. അതുപോലെ വളരെ ഒരുക്കത്തോടുകൂടെ വേണം വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ. എന്താണ് ഈ ഒരുക്കം? ഈ ഒരുക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന ആളിനെ വിളിക്കുന്ന കാര്യവും കല്യാണ പന്തൽ ഒരുക്കുന്ന കാര്യവും ഇതൊക്കെയാണ് പലപ്പോഴും ഉള്ളത്. മലയാളത്തിൽ എടുക്കുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വരുമ്പോൾ 2 പേരിലതാണ്. ഒന്ന് വെഡ്ഡിങ്, 2 മാര്യേജ്. വെഡ്ഡിങ് എന്ന് പറയുന്നത് ആ കല്യാണം, ആ ഈവൻ്റാണ്. എന്ന് വെച്ചാൽ ആ ഫങ്ഷൻ, ആ ദിവസം നടക്കുന്ന ഫങ്ഷൻ, അതാണ് വെഡ്ഡിങ് എന്ന് പറയുന്നത്. മാര്യേജ് എന്ന് പറയുന്നത് പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞോ, വെൻ വാസ് യുവർ മാര്യേജ്. ആ ഈവൻറ്റിനേക്കാളും ഉപരിയായിട്ട് അതൊരു ജനറൽ ഇതായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും വെഡ്ഡിങ്ങിന് വേണ്ടി ഒരുങ്ങാറുണ്ട്. കല്യാണത്തിന് വിളിക്കും, കാർഡടിക്കും, ആളുകളെ വിളിക്കും, അതുപോലെ ഭക്ഷണങ്ങൾ, ഹോള് അറേഞ്ച് ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഹോള് കിട്ടാൻ താമസം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇതൊക്കെ ബുക്ക് ചെയ്ത് ഹോള് കിട്ടുന്ന ഡേറ്റിലായിരിക്കും ചിലപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്യുന്നത്. പൂവ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നാൽ മാര്യേജിന് വേണ്ടി എത്ര ഒരുങ്ങുന്നു എന്ന് ചിന്തിക്കുക. മാര്യേജിന് നമ്മൾ പലപ്പോഴും പറയും ചെറുക്കന് അവധി കുറവാണ്, 3, 4, 5 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോള് ബുക്ക് ചെയ്ത് കിട്ടുന്ന ഹോളിൽ വെച്ചൊരു കല്യാണം നടത്തി സ്ഥലം വിടും. അങ്ങനെയല്ല ശരിക്കും വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ബൈബിൾ ഫാമിലിയെക്കുറിച്ച് പഠിക്കുന്ന ബൈബിൾ സ്റ്റഡീസ് വരുന്നിടത്തുണ്ട്. പ്രത്യേകിച്ച് ഇസാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പല സ്റ്റെപ്പുകൾ നമ്മൾ പറയും. എന്നാൽ ചില കാര്യങ്ങൾ രത്നച്ചുരുക്കമായി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, പ്രാർത്ഥനയാണ്. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള, മനുഷ്യന് ദൈവത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥനയാണത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് പ്രാർത്ഥനയാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു കൗമാരപ്രായം, അതിന് മുമ്പേ വേണമെന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൗമാരപ്രായം തുടങ്ങുമ്പോഴെങ്കിലും തന്നെ അപ്പനും അമ്മയും മക്കളും ഒക്കെ അവരുടെ കല്യാണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥന അപ്പനും അമ്മയും രഹസ്യത്തിൽ ചെയ്യേണ്ട പ്രാർത്ഥനയല്ല, മക്കളെയും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു നീഡുണ്ട്, ഇങ്ങനൊരു പർപ്പസ് ഉണ്ട്, ദൈവം പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്, ദൈവം മുഖാന്തരമാണ് കല്യാണം നടക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും ഇൻവോൾവ് ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കാം, മനുഷ്യൻ്റെ കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ പോലും ദൈവം നടത്തിയ, അല്ലെങ്കിൽ ദൈവം ഇൻവോൾവ് ചെയ്ത, ദൈവം പറഞ്ഞ ഒരു കല്യാണത്തിൻ്റെ ഉത്തരവാദി ദൈവം തന്നെയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയല്ല ഇവിടെ വരേണ്ടത്. ദൈവം അത് നടത്തിയെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം വരാതെ ദൈവം നോക്കും, സൂക്ഷിക്കും, പരിപാലിക്കും. ഒരു പ്രശ്നം വന്നാൽ പോലും ദൈവം അതിലിടപെട്ട് അത് ദീർഘിപ്പിച്ചു പോകാതെ സോൾവ് ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തും. അതുകൊണ്ട് പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. എൻ്റെ ഒരു സജഷൻ, ഒരു കൗമാരപ്രായം ആകുമ്പോൾ തന്നെ ഈ കാൻഡിഡേറ്റ്, ആണായാലും പെണ്ണായാലും, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കണം. അവരോടും പറയണം ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്, ദൈവമാണ്, ഇതൊരു കമാൻഡാണ്, നമ്മൾ ചെയ്യണമെന്ന്. ഇവിടെ ഇത് ചെയ്യാതെ പോകുന്ന ഭവനങ്ങളിലുമൊക്കെയാണ് പലപ്പോഴും കല്യാണം കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം അവർക്ക് അതിൻ്റെ കമാൻഡിൻ്റെ നീഡ് എന്താണെന്ന് അറിയത്തില്ല, കമാൻഡ് എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയത്തില്ല, അതിനുവേണ്ടി ആരും പ്രാർത്ഥിച്ചിട്ടില്ല, ആരും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. 25 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ, അയ്യോ കല്യാണം നടന്നില്ലല്ലോ, ആൾക്കാരൊക്കെ അപ്പുറത്തെ ആളുകൾ പറയുന്നല്ലോ, എന്താണ് കല്യാണം നടക്കാതെ ചോദിക്കുമ്പോഴാണ് നമ്മൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോനും പറയും എനിക്ക് കല്യാണം വേണ്ട,
ഞാൻ ഒന്ന് സെറ്റിലായിക്കൊള്ളട്ടെ, ഞാൻ കുറച്ചും കൂടി ഒന്ന് എൻ്റെ കാര്യം ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ഞാനൊരു കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആയിക്കൊള്ളട്ടെ, പിന്നെ മതി. സ്റ്റേബിളായി കുറച്ച് കഴിഞ്ഞ് 2-3 വർഷം വെയിറ്റ് ചെയ്തു, മാതാപിതാക്കളെ വെയിറ്റ് ചെയ്തു, അവർ സ്റ്റേബിളായി എന്ന് തോന്നി, അവന് ബാങ്ക് ബാലൻസായി, കാറായി. അതിനൊപ്പം ഞാനൊരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അന്നേരം ആ ഫ്ലാറ്റ് താമസിക്കണമല്ലോ, അന്നേരം ആ ഫ്ലാറ്റിൻ്റെ ഒരു ലോണൊക്കെ ഒന്ന് ശരിയായിക്കൊള്ളട്ടെ. അതിന് ഫ്ലാറ്റിന് ലോണൊക്കെ ശരിയായി, അതൊരു വർഷം 2 വർഷം കൊണ്ട് അത് വാങ്ങിച്ചപ്പോഴത്തേക്ക് അവന് 30-32 വയസ്സായി, കല്യാണം കഴിയേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ പറയുന്നു, എനിക്ക് കുറച്ചുകൂടെ താമസം വേണം തീരുമാനമാക്കാൻ, എനിക്ക് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഇവിടുന്ന് വരും ദൂരദേശത്തേക്ക്, അല്ല ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്, അതുകൊണ്ട് ഇപ്പം കല്യാണം വേണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്ന അനുഭവങ്ങൾ കാണാം. അതിനകത്ത് നമ്മളത് ഡീറ്റെയിലായിട്ട് ശ്രദ്ധിക്കുമ്പോഴറിയാം അവരെ ചെറുപ്പത്തിലെ ആ രീതിയിലൊരു ട്രെയിനിങ് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൈശാചികമായിട്ടുള്ള കെട്ടിലും ഒക്കെ ആയിട്ടുണ്ടാവും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥിച്ച് തുടങ്ങണം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിൽ എന്തെങ്കിലും നെഗറ്റീവായി വന്നാൽ ഉത്തരവാദി ദൈവം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം എടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ന്റെ 7-8 വാക്യം. ഇവിടെ കാനാവിലെ കല്യാണത്തിൻ്റെ ഒരു രംഗമാണ്. കാനാവിൽ കല്യാണം വന്നപ്പോൾ അവിടെ വീഞ്ഞ് ഇല്ലാതെ വന്നു. വീഞ്ഞില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേ മറിയ പറയുന്നുണ്ട്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാല്യക്കാരോട് പറയുന്നു, വെള്ളം നിറപ്പീൻ എന്ന് പറയും. 2-ന്റെ 7-8 ഇങ്ങനെ പറയുന്നത്, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന ആ ശുദ്ധീകരണത്തിനുള്ള ആ ജാറുകളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്താ, വെള്ളം കോരി വിരുന്ന് വഴിക്ക് കൊടുപ്പേൻ. അത് വീഞ്ഞാക്കിയിട്ടില്ല, ശ്രദ്ധിക്കുക. ആ വെള്ളമാണ് വിരുന്ന് വഴിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അന്നേരം ഈ വെള്ളമാണ് ഇവർ ഇട്ടിരുന്ന് കൊണ്ട് കൊടുക്കുന്നത്. ഇവർ അവിടെ വീഞ്ഞായിട്ടല്ലത് എടുത്തുകൊണ്ട് പോകുന്ന കാര്യമൊന്നും പറയുന്നില്ല. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അതവിടെ കൊണ്ടുപോയി സെർവ് ചെയ്യാൻ നേരത്തെ അതെല്ലാം വീഞ്ഞായി കണ്ടു. അതെപ്പോഴാണ് അതിൻ്റെ കൺവേർഷൻ, അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ രൂപാന്തരം ഒക്കെ വന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വെള്ളം നിറച്ചു, അത് കൊണ്ടുപോയി കോരി കൊടുക്കാൻ പറഞ്ഞു. കോരി കൊണ്ടുപോയി അവിടെ കൊടുത്തപ്പോൾ അത് വീഞ്ഞായി കണ്ടു. അന്നേരം എന്താ കാര്യം, അത് വെള്ളമായി തന്നെ കൊടുത്തിരുന്നെങ്കിൽ അടി കിട്ടിയേനെ, കൊണ്ട് കൊടുക്കുന്നവർക്ക് അടി കിട്ടിയേനെ. അതിനത് വീഞ്ഞായി. കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ആയത്, അതിന് മുമ്പായോ എന്ന് എനിക്കറിയത്തില്ല. അതാ വീഞ്ഞായി. എന്തായാലും വെള്ളം ആണ് കോരിക്കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞത്. കാരണം അവർ വീഞ്ഞാന്നൊന്നും കണ്ടില്ലല്ലോ. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞിട്ടൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം തന്നെ ആയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടി നമ്മളിത് ദൈവകരങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്യുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കല്യാണം കഴിയാത്ത കുഞ്ഞുങ്ങളെ, കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ, നിങ്ങളുടെ ഈ ആവശ്യം, ഈ ദൈവത്തിൻ്റെ കൽപ്പന ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഒന്ന് സമർപ്പിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിലേ ദൈവത്തിനകത്ത് ഇടപെടാനായിട്ട് പറ്റും. ഈ പ്രെയർ എന്നെ കുറിച്ച് നേരത്തെ ഞാൻ എപ്പിസോഡൊക്കെ 2-3 ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന എന്താണ്, എൻ്റെ കണ്ടൻറ് എന്താണ്, എങ്ങനെയാണ് പ്രെയർ എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് എ സബ്മിഷൻ. കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ ഈ ഈ വരുന്നവർ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രെയർ എന്നും പറഞ്ഞാണ് ജഡ്ജിയുടെ മുമ്പിൽ സബ്മിറ്റ്. എന്തിനാണ്? ഒരു ഡിസിഷൻ പറയാൻ, ഒരു ജഡ്ജ്മെൻറ്റ് പറയാനായിട്ട്. നമ്മളെക്കൊണ്ട് സാധ്യമാവത്തില്ല. നമ്മളത് ചെയ്യത്തില്ലേ? നമ്മളെക്കൊണ്ട് സാധ്യമാവത്തില്ല. ആ ദൈവം അവിടെ ഇടപെടണം. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ആലോചനയും അതിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ അത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ മാരേജിന് ഒരുക്കം എന്ന് പറയുന്ന പ്രെയറാണ്. രണ്ടാമത് വിവാഹം എന്ന് പറയുന്നത് ഒരുമിച്ച് വെറുതെ ജീവിക്കുന്ന ഒരു ജീവിതമല്ല ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ടുഗദർ, ഒന്നാകുന്ന ഒന്നാണ് വിവാഹ ജീവിതം. ഒന്നാകുന്നത്.
രണ്ട് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ, പേഴ്സണാലിറ്റീസ്, രണ്ടുപേരുടെയും എയിംസ് രണ്ടും വ്യത്യസ്തമാണ്, പ്രതീക്ഷകൾ വ്യത്യസ്തമാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെ ഡിഫറൻ്റായിട്ടുള്ള രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വളർത്തപ്പെട്ട രണ്ട് പേര്, അവരുടെ ട്രഡീഷൻസ് കാണും, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണും. അതുപോലെ അവരുടെ പ്രതീക്ഷകൾ ഒക്കെ അതിനകത്ത് കാണും. അവരുടെ അപ്പനും അമ്മയിൽ നിന്നും പഠിച്ചു വന്ന, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ഒരുപാട് ക്യാരി ഫോർവേഡ്സ് എന്നാണ് എന്നെ പറയുന്നത്. അതെല്ലാം കൊണ്ടാണ് വരുന്നത്, അതെല്ലാമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളൊരു യൂണിയൻ അത്ര എളുപ്പമുള്ളതല്ല. ലോകത്തിലെ രണ്ടാളുകൾ ഒരിക്കലും ഒരുപോലെ ചിന്തിക്കുകയില്ല. ഞാനൊരു വേർഡ് പറഞ്ഞാൽ പോലും അതിൻ്റെ മീനിങ് പല രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുക. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് പറഞ്ഞാൽ ഒരാളത് ചിന്തിക്കുന്നത് ട്യൂബ് ലൈറ്റ് ആയിരിക്കും, വേറൊരാൾ വെളിച്ചമെന്ന് ചിന്തിക്കും, വേറൊരാൾ ചിന്തിക്കുന്നത് എന്താണ്, ടോർച്ച് ലൈറ്റാണെന്ന് ചിന്തിക്കും, വേറൊരാൾ പറയും ലൈറ്റ് വെയിറ്റ്, വെയിറ്റിനെ കുറിച്ച് അത് ലൈറ്റാണ്, നിസ്സാരമാണെന്ന് ചിന്തിക്കും. ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കും. അത് പറഞ്ഞ കാര്യം, ലോകത്തിലെ രണ്ടാളുകളും ഒരിക്കലും ഒരുപോലെയല്ല. ഒരാൾക്ക് ശരിയായത് മറ്റേയാൾക്ക് തെറ്റായി തോന്നാം. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോവുള്ളൂ. പൊടുന്നനവേ ഒന്നും ഉണ്ടാകാൻ പറ്റുകയില്ല. പൊടുന്നനവേ ഉണ്ടായാൽ, കുടുംബജീവിതത്തിലെ സെലക്ഷൻ പൊടുന്നനവേ ഉണ്ടായാൽ അത് തുണയാകുകയില്ല, ചിലപ്പോൾ ഇണയായിരിക്കും. മകനോടുകൂടി, എൻ്റെ മകളോടുകൂടി ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ള ആളാണെന്ന് ആണ് നോക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, സാധാരണ നോക്കുന്നത് എന്താണ്, ABCD EF GH IJK ഇങ്ങനെ അങ്ങോട്ട് പോവും. ഏജ്, ബ്യൂട്ടി, ക്യാരക്ടർ, എഡ്യൂക്കേഷൻ, ഫാമിലി, ഗോൾഡ്, ഹൈറ്റ്, ഇൻറ്റഗ്രിറ്റി, ജോബ്, ഇങ്ങനെ നമുക്ക് Z വരെ എന്തെങ്കിലും ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. എഞ്ചിനീയർ പറയും എനിക്ക് എഞ്ചിനീയറെ വേണം, നേഴ്സ് പറയും എനിക്ക് UK പോകാനായിട്ട് സൗകര്യമുള്ള ഒരാൾ വേണം, അങ്ങനെ ഡോക്ടർ പറയും ഡോക്ടറെ തന്നെ വേണം. എന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, പ്രൊഫഷൻ എന്താണെന്ന് നോക്കുന്നത്, സൗന്ദര്യം നോക്കുന്നുണ്ട്, ട്രഡീഷൻ നോക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നോക്കുന്നത്. എന്നിട്ട് അതെല്ലാം എന്താണ്, ഫൗണ്ടേഷൻ ശരിയാകാതിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ഭാര്യ ഭർത്ത ബന്ധം പലപ്പോഴും ഷെയ്ക്കായിത്തീരും. ഡിഗ്രിയാണ് നമുക്ക് പലപ്പോഴും പ്രധാനം. ഞാൻ ഒരു എപ്പിസോഡിൽ നേരത്തെ പറഞ്ഞാണ്, കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പട്ടിയുടെ ഫോട്ടോ അയച്ചു തരിക. എൻ്റെ ഫോട്ടോ അല്ല അയച്ചു തരാൻ പറയുന്നത്, പട്ടിയുടെ ഫോട്ടോ അയച്ചു തരിക. ഞാൻ ഈ ടൈപ്പ് പട്ടിയാണ് ഇവിടെ വളർത്തുന്നത്. ആ പട്ടിയാണെങ്കിൽ ഞാൻ ആ പട്ടിയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്, ആ പട്ടിയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് കല്യാണത്തിൻ്റെ ഡയമെൻഷൻ പലപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കല്യാണങ്ങളൊന്നും പലപ്പോഴും ശരിയാകാത്തത്. അത് ശരിയാകാതിരിക്കുന്നത് കൊണ്ട്, പല കല്യാണങ്ങളും ശരിയാകാത്തത് കൊണ്ട്, അയ്യോ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ശരിയായില്ല നടത്തിയിട്ട്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരാളായിരുന്നു, അയാൾ കല്യാണം കഴിച്ചിട്ട് അത് ഫെയിലായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ആ പേഴ്സണാലിറ്റിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ വരികയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ആദ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ്. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്, രണ്ട് പേര് ഒരുമിച്ചാകുന്ന, കമ്മിങ് ടുഗദർ, രണ്ട് പേര് ഒരുമിച്ചാകുന്ന രീതിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള ഫൗണ്ടേഷനുമായിരിക്കണം കല്യാണത്തിന് എടുക്കേണ്ടത്. എൻ്റെ സമയം ഇന്ന് ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 2-3 വാക്യങ്ങൾ ചിന്തിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഈ വരുന്ന അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്നു, അതിനുള്ള റെമഡീസാണ് ഈ പറയുന്നതെല്ലാം. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു 3-4 എപ്പിസോഡായി.
അത് തീർന്നിട്ടില്ല, ഇനിയും ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതൊക്കെ അതിൻ്റെ റെമഡീസാണ് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ റെമഡീസ് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കല്യാണം കഴിക്കണം. കാരണം ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്കൊരു 10-12 പ്രെയർ റിക്വസ്റ്റ് എങ്കിലും ഇതിനെ വന്നിട്ടുണ്ട്, കല്യാണം നടക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പലരുടെയും കല്യാണം നടക്കാനായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളിത് ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഫാമിലി സെറ്റപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ഗൈഡ് ചെയ്യുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ വലിയ അനുഭവങ്ങൾ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവേ, കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളിതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ലെങ്കിൽ ആ ദിവസങ്ങളിലെ ചിന്ത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് സഹായിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഉള്ള കുടുംബങ്ങൾ കർത്താവേ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ കൗമാരപ്രായത്തിലൊക്കെ ആവുമ്പോൾ തന്നെ അവിടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെച്ച് ഈ വിഷയം വെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. ഇത് ബേസിക് ഫൗണ്ടേഷൻ അവരുടെ ജീവിതത്തിൽ ഇടുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ട് ഇതെല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാണമേ. ആമേൻ. ഇത് തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. ഇത് ഒരു സെക്ഷൻ തീരുന്നില്ലല്ലോ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഇത് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് വാച്ച് ചെയ്യുക. അതുപോലെ കമൻറ്റുകൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ വെബ്സൈറ്റിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതിനകത്ത് വെബ്സൈറ്റിൽ അതിനകത്തുണ്ടല്ലോ മെറ്റനോയ മിനിസ്ട്രീസ് .in എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ കൂടുതൽ ഇതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഏതെങ്കിലും പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യാം, വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.